വരുന്നു ഞാൻ നാഥ. കാരണം എനിക്കിതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതിപ്പോ ലാൽചേട്ടനെ എന്ത് കണ്ടാലും അങ്ങനെ എനിക്ക് തോന്നുള്ളൂ. എന്നെ വിളിച്ചില്ലെങ്കിൽ എനിക്ക് കുശും പോകുന്നു. പിന്നെ ദേവചേട്ടനാണെങ്കിൽ എല്ലാവരും എൻ്റെ ആൾക്കാരാണ്. ഒരു വീട് പോലെ കഴിയുന്ന ആൾക്കാർ. എന്ത് പരിപാടിക്കാണെങ്കിലും ഞാൻ കൂടെ ഉണ്ടാവും. ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് പറയാൻ വാക്കുകളില്ല. അതിമനോഹരം. കാരണം ലാൽചേട്ടൻ്റെ കയ്യിൽ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തും പൊന്നാവുമല്ലോ. അത് പ്രത്യേകിച്ച് എനിക്കൊന്നും പറയാനില്ല. അതിമനോഹരമായിട്ട് ചേച്ചി നന്നായിട്ട് കൈകാര്യം ചെയ്തു. ഇദ്ദേഹത്തെ എനിക്ക് പരിചയമില്ല, പക്ഷേ ചെയ്തവർക്ക് നന്നായിട്ട് അതിമനോഹരമായിട്ട് ചെയ്തു. അത് നാച്ചുറലായിട്ട് ഇപ്പോഴത്തെ അഭിനയം എന്ന് പറയുന്നത് അതാണല്ലോ. നമ്മൾ തള്ളിക്കൊട്ടി ചെയ്യിക്കേണ്ട ഒരു കാര്യമല്ല. ലാൽചേട്ടൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞതും അത് തന്നെയാണ്. കാരണം നമ്മൾ എന്താണോ ചെയ്യുന്നത് അതിനെ ഒപ്പിയെടുക്കുക എന്നുള്ളത്. ഞാനൊക്കെ വർക്ക് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്നോടൊന്നും പറഞ്ഞു തരുന്നൊന്നുമില്ല. ഞാനും എൻ്റെ ഒരു സഹപ്രവർത്തകയുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്യുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്നും പറഞ്ഞു തരുന്നില്ല. എന്തെങ്കിലും ചെറിയൊരു കറപ്ഷൻസ് ഉണ്ടെങ്കിൽ മാത്രം ഇങ്ങനെ ചെയ്താടി എന്ന് പറയുന്ന ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മളുടെ ഉള്ളിൽ നിന്ന് വരുന്ന അഭിനയം തന്നെ. അഭിനയമല്ല, ജീവിക്കുക അല്ലേ? അതാണ് ശരിക്കും പറഞ്ഞൊരു ആക്ട്രസ് വേണ്ടത്. അതിവിടെ കാണുന്നുണ്ട്. ഇതിപ്പോൾ വൈറലാവട്ടെ, നല്ല രീതിയിൽ മില്യൺസ് അതിലപ്പുറം എന്തോ അത് ആവട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ടും നന്ദി, നമസ്കാരം. വരുന്നു ഞാൻ നാഥ.